സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ആദ്യം ഒരു ചിത്രം കാണാം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തൻ്റെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ഇത്. അരാക്ചി ഈ ചിത്രത്തിനോടൊപ്പം കുറിച്ചത് ഇങ്ങനെയാണ്: ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട 160-ലധികം നിരപരാധികളായ പെൺകുട്ടികൾക്കായി കുഴിച്ച ഖബറുകളാണ് ഇത്. അവരുടെ ശരീരങ്ങൾ ചിന്നിച്ചിതറിപ്പോയിരുന്നു. മിസ്റ്റർ ട്രംപ് വാഗ്ദാനം ചെയ്ത രക്ഷാപ്രവർത്തനം യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണ്. ഗാസ മുതൽ മിനാബ് വരെ നിരപരാധികളെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് അബ്ബാസ് അരാക്ചി കുറിച്ചത്. സത്യത്തിൽ വല്ലാത്ത വേദന കാഴ്ചയായി മാറുകയാണ് ഇറാനിൽ നിന്നുള്ള ഈ ഖബറുകളുടെ ചിത്രം. ഒപ്പം കുട്ടികളുടെ ചിത്രങ്ങളുമായി ടെഹ്റാനിൽ പ്രതിഷേധിക്കുന്ന നിരവധി പേരുടെ ചിത്രങ്ങളും വാർത്താ വെബ്സൈറ്റുകൾ പുറത്തുവിടുന്നുണ്ട്. ഈ ക്രൂരതയൊക്കെ ചെയ്തതിന് വിചിത്രമായ ന്യായീകരണവുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി രംഗത്ത് വന്നിട്ടുമുണ്ട്. റിയാദിലെ അമേരിക്കൻ എംബസി ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ട്രംപ് തൻ്റെ മുൻ നിലപാടുകളിൽ നിന്ന് യു-ടേൺ അടിച്ചതും വലിയ ചർച്ചയാകുന്നുണ്ട്. ഇറാനെതിരായ സൈനിക നടപടിയിൽ അമേരിക്കയിലാകെ രോഷവും പുകയുന്നുണ്ട്. അതിനിടെ ഗൾഫ് രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചു. കൂടുതൽ ആക്രമണങ്ങൾ വരാൻ പോകുന്നു എന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇസ്രയേലിനെതിരെ കനത്ത ആക്രമണം ഇറാൻ തുടങ്ങിയിട്ടുമുണ്ട്. അതിനിടെ ഫ്രാൻസും സ്പെയിനും അമേരിക്കയ്ക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നു എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക പറഞ്ഞ കാരണങ്ങളെല്ലാം മാറി മറിയുന്നു എന്നതാണ് നമ്മൾ ആദ്യം നോക്കിക്കാണേണ്ടത്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വിചിത്രമായ വിശദീകരണമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് അറിഞ്ഞതിനാലാണ് അമേരിക്ക മുൻകൂട്ടി ആക്രമണം നടത്തിയത് എന്നതാണ് റൂബിയോയുടെ വിശദീകരണം. തിരിച്ചടി ഉണ്ടായാൽ അമേരിക്കൻ സൈനികരുടെ ജീവൻ രക്ഷിക്കാനാണ് ഈ നടപടി എന്നാണ് റൂബിയോ വിചിത്രമായി വിശദീകരിക്കുന്നത്. ഇതോടെ അമേരിക്കയുടെ കള്ളി വെളിച്ചത്തായി എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രതികരണം. ഇറാനിലെ ഭരണകൂടത്തെ മാറ്റുകയല്ല, മറിച്ച് അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയും നാവികശേഷിയും നശിപ്പിക്കുക എന്നതാണ് ഈ സൈനിക ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്നാണ് റൂബിയോ പറയുന്നത്. ഇത് നേരത്തെ ട്രംപ് പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമാണ്. മിനാബിലെ സ്കൂളിലുണ്ടായ ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമേരിക്കൻ സൈന്യം ഒരിക്കലും മനഃപൂർവ്വം ഒരു സ്കൂളിനെ ലക്ഷ്യം വെക്കില്ല എന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നും റൂബിയോ പറയുന്നു. അങ്ങനെ ആകെ അങ്കലാപ്പ് നിറഞ്ഞ ഒരു വ്യക്തതയുമില്ലാത്ത പ്രതികരണവുമായാണ് ഇറാൻ വിഷയത്തിൽ ട്രംപും റൂബിയോയുമൊക്കെ രംഗത്ത് വരുന്നത്. ഇനി ട്രംപിൻ്റെ നിലപാട് നോക്കാം. ഇറാൻ രണ്ടും കൽപ്പിച്ചുള്ള ആക്രമണങ്ങൾ തുടങ്ങിയതോടെ ട്രംപ് നിലപാട് മാറ്റാൻ തുടങ്ങി എന്നതാണ് ശ്രദ്ധേയം. ഇറാനെതിരെ കരസേനയെ ഇറക്കി ആക്രമണം നടത്തുമെന്ന് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോയിരിക്കുകയാണ്. അമേരിക്കൻ എംബസികളെ ഇറാൻ ലക്ഷ്യമിട്ട് തുടങ്ങുകയും അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തതോടെയാണ് ട്രംപിൻ്റെ പിന്നോട്ട് പോക്ക് എന്നതാണ് നമ്മൾ ഇതുമായി കൂട്ടി വായിക്കേണ്ടത്. ഇറാനിലേക്ക് കരസേനയെ അയക്കേണ്ടി വരില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഖൊമൈനി വധവും സ്കൂൾ കുട്ടികളുടെ വധവുമെല്ലാം ഇറാനിൽ ശക്തമായ അമേരിക്ക വിരുദ്ധത ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഭരണകൂടത്തെ എതിർത്ത ചെറുപ്പക്കാർ വരെ ഇറാൻ സേനയ്ക്കൊപ്പം ചേരാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്. ഈ അമേരിക്കൻ വിരുദ്ധ നിലപാട് തിരിച്ചറിഞ്ഞാണ് ട്രംപ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ആദ്യഘട്ടത്തിൽ നിലപാട് സ്വീകരിച്ചത്. അതായത് ഈ ആക്രമണം തുടങ്ങിയ ശേഷം അങ്ങനെ ഒരു നിലപാട് ട്രംപ് പറഞ്ഞത് അവർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട്, ഞങ്ങളും തയ്യാറാണ് എന്ന് പറഞ്ഞത് ഈ അമേരിക്കൻ വിരുദ്ധത ഇറാനിൽ രൂപപ്പെടുന്നു എന്നുള്ളത് നോക്കിക്കണ്ടാണ്. എന്നാൽ അതിനെ ഇറാൻ ശക്തമായി തള്ളിക്കളഞ്ഞു. ഇതോടെ ട്രംപ് അപകടം മണത്തിരിക്കുകയാണ് എന്നാണ് നയതന്ത്ര വിദഗ്ധർ പറയുന്നത്. യുദ്ധം വെറും 4 ആഴ്ച കൊണ്ട് തീരുമെന്നാണ് ട്രംപ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പറയുന്നത് യുദ്ധം കൂടുതൽ കാലം നീണ്ടു നിൽക്കും എന്നാണ്. മാത്രമല്ല, ഇറാൻ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ്. എണ്ണവില ഇപ്പോൾ തന്നെ കൂടി തുടങ്ങിയിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ഒരൊറ്റ ദിവസം കൊണ്ട് ഏകദേശം 10% വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില $82 മുകളിലെത്തി. ഇത് കഴിഞ്ഞ 13 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സംഘർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ എണ്ണവില ബാരലിന് $100 മുകളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് മോർഗൻ സ്റ്റാൻലി പോലുള്ള ആഗോള സാമ്പത്തിക ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലോകത്തെ മൊത്തം എണ്ണ ഉപഭോഗത്തിൻ്റെ 1/5 ഏകദേശം 20 മുതൽ 30% വരെ കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് പാത ഇറാൻ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഇതോടെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ കൃത്യമായ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്ത്യക്കും വലിയ പ്രതിസന്ധിയാണ് ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയിലെ പകുതിയോളവും ഈ പാതയിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോഴും ഇന്ത്യ ഖൊമൈനി വധത്തെ അപലപിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം.
അതായത് ട്രംപ് ഉണ്ടാക്കിയ പ്രശ്നം അല്ലെങ്കിൽ ഇസ്രയേൽ ഉണ്ടാക്കിയ പ്രശ്നത്തിൽ ഇസ്രയേലിനൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് നരേന്ദ്രമോദി സ്വീകരിക്കുന്നത് എന്നത് നമ്മൾ നോക്കിക്കാണണം. അതിനിടെ ട്രംപിനെതിരെ അമേരിക്കയിൽ രോഷം പുകയുകയാണ് എന്നുള്ള വാർത്തയും വരികയാണ്. അമേരിക്കയെ പുതിയ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കില്ല എന്നതായിരുന്നു ട്രംപിൻ്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. എന്നാൽ ഇപ്പോൾ ഇറാനുമായി ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് രാജ്യം നീങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വാഗ്ദാനത്തിന് വിരുദ്ധമാണെന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഭൂരിഭാഗം ആളുകളും ഈ സൈനിക നടപടിയെ എതിർക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ സർവേകൾ വ്യക്തമാക്കുന്നത്. CNN നടത്തിയ സർവേ പ്രകാരം 59% അമേരിക്കക്കാരും ഇറാനെതിരെ ഉള്ള ആക്രമണത്തെ എതിർക്കുന്നു. റോയിറ്റേഴ്സ് ഇപ്സോസ് സർവേ പ്രകാരം ഈ രണ്ട് റോയിറ്റേഴ്സും ഇപ്സോസും ചേർന്ന് നടത്തിയ സർവേ പ്രകാരം 27% ആളുകൾ മാത്രമാണ് ആക്രമണത്തെ അനുകൂലിക്കുന്നത്. യുദ്ധം നീണ്ടുപോകുന്നതും ഇന്ധനവില കൂടുന്നതും അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നതും ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ ട്രംപ് എടുത്ത തീരുമാനത്തെ, അതായത് ഇറാനെതിരെ ആക്രമണം നടത്താനുള്ള തീരുമാനത്തെ 62 മുതൽ 74% വരെ ആളുകൾ അമേരിക്കക്കാർ വിമർശിക്കുന്നു. അമേരിക്ക ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ കണക്കുകൾ, അതായത് ഈ ട്രംപിന് എതിരെ ഉണ്ടാകുന്ന വികാരം, പലതരത്തിലുള്ള വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടെ ഇറാനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ട്രംപ് പോയത്, അതായത് ഈ കണക്കുകൾ, ഈ പിന്തുണ കുറയുന്നു എന്നുള്ള കണക്കുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിയെ ആശങ്കയിലാക്കുന്നുണ്ട്. മാത്രമല്ല, എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് ട്രംപ് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത വാർത്തകൾ പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇറാനെതിരെ ട്രംപ് ആക്രമണം നടത്തിയത്, ഇസ്രയേലിനെ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും അതിലേക്ക് പങ്കുചേരുകയും ചെയ്തത് എന്നുള്ള ആരോപണവും ശക്തമാണ്. അതേസമയം അമേരിക്കയുടെ സഖ്യകക്ഷികൾ തന്നെ ഇറാൻ ആക്രമണത്തെ തള്ളിപ്പറയുന്ന സ്ഥിതിയുണ്ട്. ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത് സ്പെയിനാണ്. സ്പെയിൻ ഈ സൈനിക നീക്കത്തെ പരസ്യമായി എതിർക്കുകയും അമേരിക്കയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് നിലപാടെടുക്കുന്നു. അമേരിക്കൻ സൈന്യത്തിന് അവരുടെ നീക്കങ്ങൾക്കായി സ്പെയിനിലെ സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകില്ല എന്നും സ്പെയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മേഖലയെ വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സ്പെയിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനെതിരെ ശബ്ദമുയർത്തണമെന്നും സ്പെയിൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസ് തുടക്കത്തിൽ ഒരു നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും പിന്നീട് കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇതെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിമർശിക്കുന്നത്. ഇറാനിലെ മിനാബ് സ്കൂളിൽ നടന്ന ആക്രമണത്തെയും ഫ്രാൻസ് ശക്തമായി അപലപിക്കുന്നു. സിവിലിയന്മാരെയും കുട്ടികളെയും ഇങ്ങനെ ലക്ഷ്യം വയ്ക്കുന്നത്, യുദ്ധത്തിനിടെ ഇങ്ങനെ ലക്ഷ്യം വയ്ക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് മാക്രോൺ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇനി ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ ആവർത്തിച്ചു പറയുന്നതും അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. കാരണം ആദ്യഘട്ട ആക്രമണത്തിന് ശേഷം ഇറാനെ പേടിപ്പിച്ച് ചർച്ചാ ടേബിളിലേക്ക് എത്തിച്ച് തങ്ങളുടെ ലക്ഷ്യമനുസരിച്ച് കാര്യങ്ങളെ നീക്കാമെന്നായിരുന്നു ട്രംപും നെതന്യാഹുവും ലക്ഷ്യമിട്ടിരുന്നത്. ഇത് മുൻകൂട്ടി കണ്ട് തന്നെയാണ് ഇറാൻ നീങ്ങുന്നത്. കൂടുതൽ ശക്തമായ ആക്രമണം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഇറാൻ ആവർത്തിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ എംബസികൾ ഇറാൻ ലക്ഷ്യമിട്ട് തുടങ്ങി എന്നതും ഇറാൻ്റെ ആക്രമണത്തിൻ്റെ സ്വഭാവം മാറുന്നു എന്നതിൻ്റെ തെളിവാണ്. സൗദിയിലെയും കുവൈറ്റിലെയും അമേരിക്കൻ എംബസികളെയാണ് ഇറാൻ ആക്രമിച്ചത്. കാര്യമായ നാശനഷ്ടം ഇവിടങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് എംബസികൾ താൽക്കാലികമായി അടയ്ക്കേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ഖത്തറിലെ അൽ ഉദൈദ് അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി. മാത്രമല്ല, ഗൾഫ് മേഖലയിലെ വിമാനത്താവളങ്ങളും ഇറാൻ ലക്ഷ്യമിടുന്നു എന്നത് ഗുരുതരമായൊരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. ഇതോടെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പൗരന്മാരോട് രാജ്യത്തേക്ക് മടങ്ങി വരാൻ അമേരിക്ക നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതായത് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയ ശേഷം സ്വന്തം പൗരന്മാരെ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നു. ഇനി നിങ്ങൾ ഗൾഫുകാർ അനുഭവിച്ചോളൂ എന്നുള്ളൊരു സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നത്. അതായത് ഇങ്ങനെ ഈ സ്വന്തം പൗരന്മാരെ സുരക്ഷിതമാക്കുക എന്നുള്ള തന്ത്രം അമേരിക്ക സ്വീകരിക്കുന്നത് ഈ നീക്കങ്ങളെ ഗൾഫ് രാജ്യങ്ങളിൽ ശക്തമായ അമേരിക്കൻ വിരുദ്ധ വികാരം വളർത്തുന്നു എന്നാണ് റിപ്പോർട്ട്. സൗദിയിലെയും ഖത്തറിലെയും ഉദ്യോഗസ്ഥർ തന്നെ അമേരിക്കയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ച് പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ ഇതുവരെ 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിക്കുന്നത്. ഇസ്രയേലിൽ ഇതുവരെ 12 പേർ ഇറാൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബെയ്ത്ത് ഷമേഷ് എന്ന നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ളത്. ഇവിടെ 9 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ 11 പേരെ ഇപ്പോഴും കണ്ടെത്താനുണ്ട്. അതിനിടെ ഏറ്റവും പുതിയതായി സെൻട്രൽ ഇസ്രയേലിൽ ഇറാൻ കനത്ത ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് വരുന്ന റിപ്പോർട്ട്. ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 787 ഉയർന്നുവെന്ന് ഇറാൻ്റെ റെഡ് ക്രസൻറ്റ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ
മരണസംഖ്യ 1500 കടന്നതായും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 153 നഗരങ്ങളിലായി ഏകദേശം 1000-ഓളം കേന്ദ്രങ്ങളിൽ ഈ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ആക്രമണം നടത്തിയെന്നാണ് കണക്കുകൾ. അതിനിടെ ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രമായ നദാൻസിലെ ചില കെട്ടിടങ്ങൾക്ക് ഇസ്രയേൽ അമേരിക്കൻ സൈനിക നടപടിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഈ ഏജൻസി തന്നെ പറഞ്ഞത് അമേരിക്കയും ഇസ്രയേലും നദാൻസിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏജൻസി തന്നെ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നദാൻസിലെ ഭൂഗർഭ ആണവ ഇന്ധന സംവർദ്ധന പ്ലാന്റിൻ്റെ പ്രവേശന കവാടത്തിലുള്ള കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിച്ചതായിട്ടാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഏജൻസി സ്ഥിരീകരിക്കുന്നത്. പ്ലാന്റിൻ്റെ പ്രധാന ഭാഗങ്ങൾക്കോ മറ്റ് ആണവ കേന്ദ്രങ്ങൾക്കോ നിലവിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആണവ വികിരണ ഭീഷണി ഇല്ല എന്നാണ് IAEA മേധാവി റാഫേൽ ഗ്രോസി അറിയിക്കുന്നത്. ബുഷർ ആണവ നിലയം, ഇറാനിലെ ബുഷർ ആണവ നിലയത്തിന് ഭീഷണിയുണ്ടെന്ന് റഷ്യ ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും സംഘർഷം കുറയ്ക്കാനായി സജീവമായ മധ്യസ്ഥ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. യുദ്ധം വ്യാപിക്കുന്നത് ഒഴിവാക്കാൻ ഖത്തറും ഒമാനും കുവൈറ്റും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനോടകം തന്നെ പല തലത്തിൽ ഇടപെടലുകൾ നടത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഒമാൻ്റെ നീക്കം പരിശോധിച്ചാൽ US ഇറാൻ ചർച്ചകളിൽ പരമ്പരാഗതമായി മധ്യസ്ഥം വഹിക്കുന്ന ഒരു രാജ്യമാണ് ഒമാൻ. ഒമാൻ ഇപ്പോഴും ആ പദവിയിൽ തുടരുന്നുണ്ട്. ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ അൽ ബുസൈദി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് റിപ്പോർട്ട്. അടിയന്തര വെടിനിർത്തൽ ഒമാൻ ഇറാനോട് ആവശ്യപ്പെട്ടു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സമാധാന ചർച്ചകൾക്ക് ഇറാൻ സന്നദ്ധമാണെന്നുള്ള സൂചന ഒമാന് ഇറാൻ നൽകിയെന്നും അദ്ദേഹം ചില മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഖത്തറിൻ്റെ ഇടപെടലാണെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾക്ക് ഖത്തർ നേതൃത്വം നൽകുന്നുണ്ട്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനി ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുമായും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായും നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് ഗൾഫിൽ നിന്നുള്ള റിപ്പോർട്ട്. സൗദി അറേബ്യയും തങ്ങളുടെ ഭാഗത്തേക്ക് വലിയ രീതിയിൽ ഇപ്പോൾ റിയാദിലെ അമേരിക്കൻ എംബസിയിലേക്കൊക്കെ വലിയ രീതിയിൽ ഇറാൻ ആക്രമണം നടത്തിയിട്ടും തിരിച്ചൊരു ആക്രമണം നടത്തുന്നില്ല. ചർച്ചയുടെ പാതയിലേക്ക് കാര്യങ്ങൾ പോകണമെന്നുള്ള നിലപാടാണ് സൗദി അറേബ്യയും സ്വീകരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ തങ്ങളുടെ മണ്ണിലെ എംബസികൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ ഇറാൻ ആക്രമണം തുടരുന്നത് ഈ നീക്കങ്ങളെ സങ്കീർണമാക്കുന്നു എന്നുള്ളതും നമ്മൾ നോക്കിക്കാണണം. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഐക്യരാഷ്ട്രസഭയും ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വീഡിയോ തയ്യാറാക്കുന്നതുവരെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. കൂടുതൽ അപ്ഡേറ്റുകളും വിശകലനങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.